नमस्ते सर। नमस्ते। ഏകാദശം 6 ഇനി 15 അല്ലേ? അതെ അതെ. ഉദയസ്ഥിതി സംയമാനം അവ്യക്തജീവമഹതാം വികാരമാകു സ്വയം തൃണാഭിര അഖില അപജയ പ്രവർത്തക്കാരോ ഗഭീരയ ഉത്തമോർഷസ്ത്വം. അഫ്യാസ്തി അഫ്യ അഫി അഫ്യ എന്ന് വെച്ചാൽ ഇതിന്റെ ഈ പ്രപഞ്ചത്തിന്റെ ഹേതു ഉദയസ്ഥിതി സംയമാനം. ഉദയസ്ഥിതി സംയമാനം ഹേതു സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണം. ഉദയം സൃഷ്ടിയാണ്, സ്ഥിതി സ്ഥിതിയാണ്, സംയമം സംഹാരം. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് ഹേതുഹു അസി അങ്ങ് കാരണം ആകുന്നു. മുമ്പ് പറഞ്ഞ അങ്ങ് കാരസ്വരൂപനാണ് എന്നാണ് പറഞ്ഞത്. ആയതുകൊണ്ട് ഈ ലോകത്തിന്റെ കാണപ്പെടുന്ന ലോകത്തിന്റെ സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും അങ്ങ് തന്നെയാകാം. എന്താ അങ്ങനെ പറയാൻ കാരണം? അവ്യക്ത ജീവ മഹതാമപികാരമാകും. അവ്യക്തം, ജീവൻ, മഹത്ത്, ഈ മൂന്നെണ്ണത്തിന്റെ അവ്യക്തം എന്നുള്ള വാക്കിന് ഇവിടെ പ്രകൃതി എന്നാണ് അർത്ഥം. അവ്യക്തം ച പ്രകൃതി, ജീവൻ ജീവൻ തന്നെയാണ്, മഹത് മഹത്വത്വം. 3 വിഷയങ്ങളായി: പ്രകൃതി, ജീവൻ, മഹത്വത്വം. അവ്യക്ത ജീവ മഹതാമപി കാലം ആഹു. ഇവയൊക്കെ നിയന്ത്രിക്കുന്നത് അങ്ങ് തന്നെയാണ്. അതുകൊണ്ടാണ് കാലസ്വരൂപനായ അങ്ങ് തന്നെയാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സംഹാരങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. സ്വയം അങ്ങനെയുള്ള അങ്ങ് തൃണാഭിഹി അഖിലാപചയേ പ്രവൃത്ത. അങ്ങനെയുള്ള അങ്ങ് തൃണാഭിഹി 3 നാഭികളോട് കൂടിയതും അഖില അപചയ പ്രവൃത്ത എല്ലാത്തിൻ്റെയും അപജയത്തിന് സംഹാരത്തിന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും അങ്ങ് തന്നെയാണ്. മൂന്ന് നാഭികളാണ് ഇതിനുള്ളത്. ചാതുർമാസ്യങ്ങളാണ് 3 നാഭികൾ. 3 ചാതുർമാസ്യങ്ങളാണ് ഒരു സംവത്സരം. നാം 3 12. അപ്പൊ ഓരോ ചാതുർമാസ്യങ്ങളും ഓരോ നാഭികളാണ്. അങ്ങനെയുള്ള നാഭികളോട് കൂടിയവനാണ് കാലം.
കാലത്തെ 3 ചാതുർമാസ്യങ്ങളായിട്ട് തിരിച്ചത്. സ്വയം പുത്രാഭിഹി അഖിലാപചയെ പ്രവൃത്ത, എല്ലാത്തിൻ്റെയും സംഹാരത്തിനായി പ്രവർത്തിക്കുന്നതും അങ്ങ് തന്നെയാണ്. കാലസ്വരൂപനായത് അതുകൊണ്ടാണ്. അതാണ് നമ്മൾ കാലൻ എന്നൊക്കെ വിളിക്കുന്നത് കൊണ്ടാണ്. സംഹരിക്കുന്നവനാണ്, എല്ലാത്തിനും ഇല്ലായ്മ ചെയ്യുന്നവനാണ്, കാലസ്വരൂപനാണ്. അഖില അപചയ പ്രവൃത്ത കാലോ ഗഭീരയ ഉത്തമോരുഷസ്തു, അതിഭയങ്കരമായ വേഗത്തോടു കൂടിയതാണ് കാലം. ഗഭീര രയ, രയം സ്പീഡ്, വേഗത. ഗഭീരരയ ഗംഭീരമായ വേഗതയോട് കൂടിയ. കാലോ ഗഭീരരയ ഉത്തമപുരുഷസ്ത്വം, ഉത്തമ പുരുഷനും അങ്ങ് തന്നെയാണ്. അതിവേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതാണ് കാലം. ആ കാലവും അങ്ങ് തന്നെയാണ്. ആ കാലത്തെ നിയന്ത്രിക്കുന്നത് അങ്ങായതുകൊണ്ട് അങ്ങ് കാലസ്വരൂപനായ ഈശ്വരൻ തന്നെയാണ്. മഹത്തിനും അവ്യക്തത്തിനും മഹത്തത്വത്തിനും പ്രകൃതിക്കും ജീവനും ഒക്കെ അപ്പുറത്താണ് പുരുഷൻ. പ്രകൃതിയിലേക്ക് അപ്പുറത്താണ്. എല്ലാറ്റിൻ്റെയും അപ്പുറത്ത് നിൽക്കുന്നതുകൊണ്ട് എല്ലാ പുരുഷന്മാരെക്കാൾ പ്രധാനിയാണ് എന്നുള്ളതുകൊണ്ട് അങ്ങ് ഉത്തമ പുരുഷനാണ്. അതുകൊണ്ടാണ് പുരുഷനെ ജീവാത്മാവിനെയും പുരുഷനെ വിളിക്കും, പരമാത്മാവിനെയും വിളിക്കും. ഇവിടെ ഉത്തമ പുരുഷൻ എന്നൊരു വിശേഷം കൊടുത്തപ്പോൾ അത് പരമാത്മാവ് തന്നെയാണ്. ഗീത പറയും, യസ്മാക്ഷരം അതീതോഹം അക്ഷരാദപിചോത്തമ അതോസ്മി ലോകേച പ്രതിശ പുരുഷോത്തമ. ക്ഷരത്തെക്കാളും അക്ഷരത്തെക്കാളും ഒക്കെ അതിക്രമിച്ചു പോകുന്ന ഉത്തമനാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് ലോകങ്ങളിലും വേദങ്ങളിലും ഒക്കെ എന്നെ പുരുഷോത്തമൻ എന്ന് വിളിക്കുന്നതെന്ന്. നശ്വരമായ പുരുഷനാണ് കേവല പുരുഷൻ, അനശ്വരമായ പുരുഷനാണ് പരംപുരുഷൻ, പരമാത്മാവ്, ഈശ്വരൻ. കൊണ്ട് ആ ഈശ്വരനെ ഒന്ന് മാറ്റിക്കാണിക്കാൻ വേണ്ടി ഉത്തമ ശബ്ദങ്ങൾ ചേർത്തു. അതും അങ്ങ് തന്നെയാണ്. അസ്യാസ്തിഹേതുഹൃദയസ്ഥിതി സംയമാനാം അവ്യക്തജീവമഹതാമവികാലമാഹോ സ്വയം തൃണാഭിരഖിലാപചയേ പ്രവർത്ത. കാലോ ഗഭീരയ ഉത്തമപൂരുഷസ്ത്വം അവ്യക്തജീവമഹതാം അഭി ത്വാം കാലം ആഹു. അവ്യക്തമായ ജീവാത്മാവ്, പരമാത്മാവ്, ഈ മൂന്നിന്റെയും അപ്പുറത്തുള്ള കാലസ്വരൂപനായ ഉത്തമ പുരുഷൻ തന്നെയാണ്. അസ്യാസ്തഹേതുഹൃദയസ്ഥിതി സംയമാനാം അവ്യക്തജീവമഹതാമകാലമാഹോ സ്വയം തൃണാഭിരഖിലാപചയേ പ്രവർത്തകോ ഗഭീരയ ഉത്തമപൂരുഷസ്ത്വം. അസ്യാസ്തിഹേതുഹൃദയസ്ഥിതി സംയമാനാം അവ്യക്തജീവമഹതാമകാലമാഹോ സ്വയം തൃണാഭിരഖിലാപചയേ പ്രവർത്തകോ ഗഭീരയ ഉത്തമപൂരുഷസ്ത്വം. തത്വമധ്വമധിഗമ്യ യയാഫ്യവീര്യം ധത്തേ ഭാന്തമിവ ഗർഭമോഘവീര്യ സ്വയം തയ അനുഗത ആത്മന ആത്മകോശം ഹൈമം സസജ്ജ ബഹിരാവരണീരുപേതം. ത്വത്തഃ അങ്ങയിൽ നിന്നാണ് തത്വമാൻ പുരുഷൻ തമധിഗമ്യ ബീജം, ബീജത്തെ പ്രാപിച്ചിട്ട് ശക്തി പ്രാപിച്ചിട്ട് കേവല പുരുഷനായ ജീവാത്മാവിന് ശക്തി കൊടുക്കുന്നത് അങ്ങ് തന്നെയാണ്.
ത്വത്തപ്പുമാൻ വീര്യം സമധിഗമ്യ ആ ഒരു ശക്തി കൊണ്ട് ധത്തെ മഹാന്തമിവ ഗർഭം അമോഘവീര്യനായ ആയിട്ട് നിഷ്ഫലമല്ലാത്ത വീര്യം, സഫലമായ വീര്യം, അമോഘവീര്യത്തോടു കൂടിയവരായിട്ട് അഭ്യ ഈ ജഗത്തിന്റെ ഗർഭം ഇവ ഗർഭത്തെ എന്ന പോലെ മഹാന്തം ധത്തെ മഹത്തത്വത്തെ ധരിക്കുന്നു. ധത്തെ മഹാന്തം മഹത്തത്വത്തെ ധരിക്കുന്നു. അമോഘവീര്യ ഗർഭം ഇവ സഫലമായ വീര്യശക്തിയോട് കൂടിയ ഗർഭം എന്ന പോലെ അങ്ങ് ഈ പ്രപഞ്ചത്തെ ധരിക്കുന്നു. പുരുഷോത്തമനായ ഉത്തമപുരുഷനെ തിരിച്ചിട്ട് പുരുഷോത്തമൻ എന്നാവും. ഉത്തമപുരുഷനായ അങ്ങ് എല്ലാ ശക്തിയുടെയും വിളനിലമാണ്. അങ്ങയിൽ നിന്നാണ് പുരുഷന്മാരെല്ലാം ശക്തി പ്രാപിക്കുന്നത്, ജീവന്മാരൊക്കെ ശക്തി പ്രാപിക്കും. എന്നിട്ട് അങ്ങയിൽ നിന്ന് പ്രാപിച്ച ശക്തിയുടെ ലാഭം കൊണ്ട് എന്തിനും സമർത്ഥനെത്തി. അതുകൊണ്ട് ഈ പുരുഷൻ ജഗത്തിന്റെ ബീജസ്ഥാനമായിരിക്കുന്ന മഹത്ത് എന്ന ഈ തത്വത്തെ ഉത്ഭവിപ്പിക്കുന്നു. കൊണ്ടാണ് മഹത്തെന്ന തത്വത്തെ, സൃഷ്ടിയുടെ കാലത്തിൽ നിന്നാണ് മഹത്വം ഉണ്ടായത് എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചാണ്. അങ്ങനെ കാലസ്വരൂപനായ അങ്ങയിൽ നിന്ന് മഹത്തെന്ന നിഷ്ഫലമാവാത്ത സഫലമായ വീര്യമുള്ള ഗർഭത്തെ ധരിച്ചു. ആ ഗർഭത്തിൽ നിന്നുമാണ് മഹത്തെന്ന തത്വം ഉള്ളത്. സ്വയം തയാനുഗത അങ്ങ് അതിനാൽ പിന്തുടരപ്പെട്ട് ആത്മഹ തൻ്റെ തന്നെ ആണ്ടകോശം, തൻ്റെ തന്നെ അണ്ടകോശത്തെ സ്വന്തത്തില്ല. ആണ്ടകോശത്തെ ഹൈമം സ്വർണമയമായി സ്വർണം പോലെ തിളങ്ങുക സഫർജ സൃഷ്ടിച്ചു. ബഹിരാവരണൈഹി ഉപേത ബഹി പുറമേ മറവുകളോട് കൂടിയ, ബഹിഹി വാക്യമായും ആവരണൈഹി ഉപേത ആവരണങ്ങളോട് ചേർന്ന ഈ മൂന്നെണ്ണത്തിനും ശക്തി കൊടുക്കുന്ന അങ്ങാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങ് പുരുഷോത്തമനായി. അങ്ങയുടെ ആ ശക്തി കൊണ്ട് കാലത്തു നിന്നും ആദ്യം ഉദ്ഭവിച്ച മഹത്തെന്ന ഒരു തത്വം സുശക്തമായി. അത് അങ്ങയുടെ ഈ ഗർഭത്തിൽ നിന്നും ഉണ്ടായി വന്നതാണ്. അങ്ങ് അണ്ഡകോശത്തിൽ നിക്ഷേപിച്ച വീര്യം, കാലസ്വരൂപം എന്ന വീര്യം, അതിവേഗതയുള്ള വീര്യം, ശക്തിമത്തായ വീര്യം, ആ വീര്യം സ്വർണമയമായ ആ ശക്തിയെ പുറമെയുള്ള ആവരണങ്ങൾ കൂടി, അതിന് കുറെ ആവരണങ്ങളുണ്ട്, പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല, കൂടി അങ്ങ് സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് ആത്മസന്നിധാനത്തിൽ നിന്നാണ് ആ ശക്തി ഉണ്ടായത്. അതിനെ പഞ്ചഭൂതങ്ങളാകുന്ന ആഭരണങ്ങളുണ്ട്. ബ്രഹ്മാണ്ടത്തെ അത് മഹത്തത്വം എന്ന പേരിൽ സൃഷ്ടിച്ചു. ഇതാണ് സൃഷ്ടിക്ക് കാരണം. ഇതിനൊക്കെ കർത്താവ് അങ്ങ് തന്നെയാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. സ്വത്തപ്പുമാൻ സമധിഗമ്യയാസ്യവീര്യം തേ മഹാന്തമിവഗർഭമോഘവീര്യ സ്വയം തയാനുഗത ആത്മന അണ്ഡകോശം സത്യബഹിരാവരണൈരുപേതം സ്വത്തപ്പുമാൻ സമധിഗമ്യയാസ്യവീര്യം തേ മഹാന്തമിവഗർഭമോഘവീര്യ
സ്വയം തയാനുഗത ആത്മനാട്ടകോശം ഹൈമം സസർജ ബഹിരാവരണിവേദം തത്തുഷശ്ച ജഗതശ്ച ഭവാനധീശോ യന്മായോർത്ഥഗുണവിക്രിയോപനീതൻ അർത്ഥം ജുഷന്നപി ഹൃഷീകപതേന ലിപ്തോ യേ സദ പരിഹൃതാദപി വിഭ്യതി. അതുകൊണ്ട് തസ്തുഷശ്ച ജഗതശ്ച സ്ഥിരമായി നിൽക്കുന്ന അചരമായതിൻ്റെയും ജഗത്തെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ചരമായത്. ഗച്ഛതീതി ജഗത്ത്, ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് ജഗത്ത്. അതുകൊണ്ട് തന്നെ തസ്തുഷശ്ച ജഗതശ്ച ഭവാൻ അധീശ, ചരാചരങ്ങൾക്ക് അങ്ങ് അധീശരാണ്. തസ്തുഷമായ അചരങ്ങൾക്കും ചരമായ ജഗത്തിനും അങ്ങ് അധീശനാണ്. യത് മായയ ഉത്ഥഗുണക്രിയയോ ഉപനീതാൻ, യാതൊന്നാണോ മായ കൊണ്ട് ഉണ്ടായ ത്രിഗുണങ്ങളുടെ വികാരത്തെ പ്രാപിച്ചിട്ട് മഹത്ത് എന്ന തത്വമാണ് ഉണ്ടായത്. ആ മഹത്തിൽ നിന്നുമാണ് മായ, അതിൽ നിന്ന് ത്രിഗുണങ്ങൾ. ഇതിനാണ് സൃഷ്ടിയുടെ ക്രമം. ചരാചരങ്ങൾക്ക് അധീശനായ അങ്ങ് തന്നെയാണ് അങ്ങയുടെ മായ കൊണ്ട് ഗുണങ്ങളെ സൃഷ്ടിച്ചു. ആ ഗുണങ്ങൾ വിക്രിയയാ ഉപനീതാൻ, വികാരങ്ങളോട് കൂടിയതാണ്, മാറ്റങ്ങളോട് കൂടിയതാണ്. അങ്ങനെ പറഞ്ഞയക്കപ്പെട്ട ഗുണങ്ങളാൽ അർത്ഥാൻ ദുഷന്നപി, അർത്ഥങ്ങളെ സേവിക്കുന്നവനാണെങ്കിൽ പോലും, പദാർത്ഥങ്ങളെ അനുഭവിക്കുന്നവനാണെങ്കിൽ പോലും, ഹേ ഹൃഷീകപതേ, ഹൃഷീകപതി എന്ന് സംബോധന ചെയ്ത ഹൃഷീകങ്ങൾക്ക് പതിയായിരിക്കുന്നവനാണ് ഹൃഷീകപതി. ഹൃഷീകവും ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങൾക്ക് പതിയാണ് അങ്ങ്. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിക്കുന്ന അങ്ങാണ്. അതുകൊണ്ട് അങ്ങ് ഇന്ദ്രിയപതിയാണ്, മനസ്പതിയാണ്, ബുദ്ധിപതിയും അങ്ങ് തന്നെയാണ്. അതുകൊണ്ട് ഹേ ഹൃഷീകപതേ എന്ന് വിളിച്ചാണ്. ഹൃഷീകേശൻ എന്ന് പേര് വരുന്നത് കൊണ്ടാണ്. ഹൃഷീകങ്ങളുടെ ഈശനാണ്, ഇന്ദ്രിയങ്ങളുടെ നിയന്താവാണ് അങ്ങ് എന്നുള്ളത്. അവിടെ ഹൃഷീകേശൻ എന്നാണ് പേര്, ഋഷികേശൻ എന്നല്ല. അതൊരു സ്ഥലത്തിന്റെ പേരാണ്. ഹൃഷീകപതേ അർത്ഥാഞ്ജുഷന്നപി, പ്രപഞ്ചത്തിന് സമസ്ത പദാർത്ഥങ്ങളെയും അങ്ങ് സേവിക്കുന്നുണ്ട്. എല്ലാറ്റിലും അങ്ങുണ്ട്. അതുകൊണ്ട് പക്ഷെ നലിപ്തോ എന്നും അങ്ങേ ഒട്ടില്ല. ഒരു പദാർത്ഥവും അങ്ങേ ബാധിക്കത്തില്ല. പരിഹൃതാദപി ബിഭ്യതി സ്മ, അന്യേ മറ്റുള്ള ചില ജീവന്മാർ സ്വതഃ പരിഹൃതാദപി തന്നെത്താൻ പരിഹരിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിലും വിഷയത്തിൽ നിന്നും ബിഭ്യതി സ്മ, ഭയക്കുക തന്നെ ചെയ്യും. ജഗത്തിനെ പാലിക്കുന്നവനായ അങ്ങ് ഹൃഷീകപതിയാണ്, ഇന്ദ്രിയങ്ങളുടെ നിയന്താവാണ്. അതുകൊണ്ട് തന്നെ ശക്തിസ്വരൂപിണിയായ മായയിൽ നിന്നും സത്വരജസ്തമ ഗുണങ്ങൾ ഉണ്ടാകുന്നു. അവയുടെ കൂടിച്ചേരൽ വികാരങ്ങൾ കൊണ്ട് ഇന്ദ്രിയങ്ങൾ പ്രവർത്തനക്ഷമമാകുന്നു. ആ ഇന്ദ്രിയ വ്യാപാരം കൊണ്ട് ശബ്ദാദികളായ വിഷയങ്ങൾ ഉണ്ടാകുന്നു. ഈ ശബ്ദാദികളായ വിഷയങ്ങൾ ഓരോ ജീവജാലങ്ങളുടെയും ഉള്ളിലിരുന്നു കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത് ചൈതന്യ സ്വരൂപനായ അങ്ങ് തന്നെയാണ്. ജീവനും വിഷയവുമായിട്ട് സംബന്ധം അങ്ങയുടെ സാന്നിധ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ ഉണ്ടാവില്ല.
അവിദ്യയുമായുള്ള ബന്ധമുള്ള ജീവന്മാരെ തന്നെത്താൻ സംബന്ധമില്ലാത്ത വിഷയങ്ങളുടെ ബാധ കൊണ്ട് പേടിക്കും. അതേസമയത്ത് വിദ്യായുക്തന്മാർക്ക് വിഷയങ്ങളെ ഭയമില്ല. അവർ വിഷയങ്ങളോട് ചേർന്ന് പൊക്കോളും. ഈ വിഷയങ്ങൾ അവരെ ഒട്ടില്ല, ബാധിക്കില്ല. അങ്ങ് ആയിരക്കണക്കിന് കോടിക്കണക്കിന് പ്രജകളെ സൃഷ്ടിച്ചാലും ഈ പ്രജകളൊന്നും അങ്ങയെ ബാധിക്കത്തില്ല. ഈ കോടിക്കണക്കിന് സൃഷ്ടിച്ച ജീവജാലങ്ങളെ സ്നേഹിക്കുക, ലാളിക്കുക, ഇതൊന്നും അങ്ങേക്ക് പാടില്ല. സൃഷ്ടികർത്താവാണ് എന്ന് മാത്രം. അന്യേ ഏ സ്വതപരിഹൃതാദപി ബിഭ്യതി സ്മ. മറ്റുള്ള വേറെ ചിലരെ ആകട്ടെ മറ്റുള്ള വിഷയങ്ങളായിട്ട് ബന്ധമില്ലാത്തവരാകട്ടെ അവരെ അവിദ്യയോട് കൂടി ചേർന്നവരായിട്ട് തനിക്ക് നേരിട്ട് ബന്ധമില്ലാത്ത അനേക വിഷയങ്ങളോട് ആ ബാധയെ ഭയം. ശബ്ദം കേൾക്കുമ്പോൾ ഭയം, ഭീകരമായ ചിത്രം കാണുമ്പോൾ ഭയം, അതേപോലെ എരിവ് കൂടിയ ഭക്ഷണം കാണുമ്പോൾ ഭയം. ഇങ്ങനെ ഭൗതിക വിഷയങ്ങളിൽ അവരെ ഭയക്കുക തന്നെ ചെയ്യും. അതേസമയത്ത് അങ്ങാകട്ടെ ഏത് ഭൗതിക വിഷയത്തിൽ ഇറങ്ങിയാലും അതൊന്നും അങ്ങേ വന്നു. അങ്ങയുടെ യഥാർത്ഥ ഭക്തന്മാരുടെ ലക്ഷണവും അത് തന്നെയാണ്. അതുകൊണ്ട് അങ്ങ് ഈ ലോകത്തിന്റെ സൃഷ്ടി സംഹാരങ്ങൾക്ക് കാരണസ്വരൂപം തന്നെയാണ്. ഭവാനധീശോ എന്മയോർത്ഥഗുണ വിക്രിയോപനീതൻ അത്തഞ്ജുഷന്നപി കൃഷീകപദേന ലിപ്തോ യേനേഫതപ്രഹൃതാദപി വിഭ്യതി സ്മ. തത്തസ്തുഷശ്ച ജഗതശ്ച ഭവാനധീശോ എന്മയോർത്ഥഗുണ വിക്രിയോപനീതൻ അർത്ഥഞ്ജുഷന്നപി കൃഷീകപദേന ലിപ്തോ യേനേഫതപ്രഹൃതാദപി വിഭ്യതി സ്മ. മായാവലോകലവദർശിത ഭാരവാഹാരി ധ്രുവമണ്ഡല പ്രഹിത പൗരത മന്ത്രസൗന്ദേ പത്നിസ്തു ഷോഡശസഹസ്രമനംഗവാണേർ യഫ്യേന്ദ്രിയവ്യവധിതു കർണേർ ന വിപ്രിയ. മായ അവലോക ലവ ദർശിത ഭാവഹാരി ധ്രുവമണ്ഡല പ്രഹിത പൗരത മന്ത്ര ശൗഢൈ. സ്മയം പുഞ്ചിരിയാണ് മന്ദഹാസം. സ്മയത്തെ സംബന്ധിക്കുന്നതാണ് സ്മായ. സ്മായ അവലോകം മന്ദഹാസത്തെ കാണിച്ചു കൊടുത്തത്. ലവ ദർശിത ഭാവഹാരി അല്പമായി പ്രദർശിപ്പിക്കപ്പെട്ട ഭാവങ്ങളെ ഹരിക്കുന്നവനായ അങ്ങ് ഭ്രൂമണ്ഡല പ്രഹിത ഭ്രൂമണ്ഡലങ്ങൾ അയച്ചിട്ട് പുരികക്കുടികൾ അയച്ചിട്ട് സൗരത മന്ത്ര ശൗദ സ്ഫുരത മന്ത്രങ്ങളാൽ സ്ഫുരത വാക്കുകളാൽ പ്രകൃതങ്ങളായിരിക്കുന്ന സൗന്ദ പ്രയത്നശാലി അല്ല അതിന് സാമർഥ്യമുള്ള മായാവലോക ലവദർശിത ഭാവഹാരി ധ്രുവമണ്ഡല പ്രഹിത പൗരത മന്ത്ര സൗണ്ടേ. അങ്ങ് പുഞ്ചിരിയോട് കൂടിയവനാണ്, മായാവലോകനാണ്.
അങ്ങയുടെ കടാക്ഷത്തിന്റെ ലേശം മതി. ലവദർശിതം അല്പം കാണിക്കുന്ന കൊണ്ടുതന്നെ ഭാവഹാരി ഉള്ളിലുള്ള ഭാവത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് രാഗാദികളായ ഭാവത്തെ നശിപ്പിച്ചുകൊണ്ട് രാഗദ്വേഷാദികളായ വാസനകളെ നശിപ്പിച്ചുകൊണ്ട് മായാവലോക ലവദർശിത ഭാവഹാരിയായ ഭ്രൂമണ്ഡലങ്ങളെ പറഞ്ഞേക്കുക. പുരികക്കൊടികളുടെ ഇളക്കം കൊണ്ട് ഫൗരത മന്ത്ര ശൗണ്ടേ പുരതവാക്കുകളാൽ പ്രഗത്ഭരായിരിക്കുന്ന പുരതവാക്കുകളാൽ പത്നിഹത്തു പത്നിമാരാകട്ടെ ഷോഡശ സഹസ്രം 16,000 അനംഗബാണേ കാമബാണങ്ങളാൽ യഫ്യ ഇന്ദ്രിയം യാതൊരു വേണ്ട ഇന്ദ്രിയത്തെ വിമഥിതും ഒന്ന് മഥിക്കാൻ കരണൈഹി ഉപകരണങ്ങളെ കൊണ്ട് വിഭ്യ വിഭ്യ സമർത്ഥങ്ങളായി ഭവിച്ചില്ല. വിഭു സമർത്ഥനാകുക, വിഭ്യ സമർത്ഥനായില്ല, ശക്തിയുള്ളവരായില്ല. സാധാരണ മനുഷ്യരെ പോലെ പത്നിഫഹിതനായിരിക്കുകയാണ് എന്നങ്ങ് വിചാരിക്കരുത്. പത്നി കൂടെ ഉണ്ടെങ്കിലും വിഷയാസക്തനല്ല എന്ന് സ്പഷ്ടം. 16,000 പത്നിമാർ അനംഗബാണങ്ങൾ അയച്ചിട്ട് വശീകരിക്കാൻ ശ്രമിച്ചിട്ട് ഒരാൾക്കും അങ്ങേ വശീകരിക്കാൻ സാധിച്ചില്ല. അത്രയ്ക്ക് ബലശാലിയാണ് അന്ന്. മനസ്സിനെ ഒന്ന് ക്ഷോഭിക്കാൻ പറ്റിയില്ല. അങ്ങനെയുള്ള അങ്ങയ്ക്ക് ഒരു വിഷയത്തിലും ആസക്തിയില്ല എന്നുള്ളൊരു സംശയമില്ല. എല്ലാവരുടെയും ഉള്ളിലിരുന്നു കൊണ്ട് അവരെ വിഷയങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്ന അങ്ങ് ആ വിഷയം കൊണ്ട് അവർക്ക് എന്റെ മനസ്സിനിളക്കാൻ പറ്റും. പക്ഷേ വിഷയങ്ങൾ അങ്ങയുടെ മനസ്സിനിളക്കാൻ പറ്റില്ല. വിഷയങ്ങൾക്ക് പ്രേരണ കൊടുക്കുന്ന അങ്ങാണ്. ആ വിഷയം വിചാരിച്ചാൽ അങ്ങയുടെ മനസ്സിനിളക്കാൻ പറ്റില്ല. ഇത് അത്ഭുതമായ പ്രതിഭാസമായി നമുക്ക് തോന്നാം. എന്നാൽ ഈ വിദ്യ അറിഞ്ഞ് പഠിച്ച് പ്രയോഗിക്കുന്നവർക്ക് അതിന് അർത്ഥമില്ല. മാജിക്ക് കാണിക്കുന്നവനെ ഓരോ മാജിക്ക് കാണിക്കും അയാൾക്ക് അർത്ഥമില്ല. ആ വിദ്യ പഠിച്ച അയാൾക്കറിയാം ഇതാണെന്ന്. കാണുന്ന നമുക്ക് അത്ഭുതം. ഇതുപോലാണ് അങ്ങ് ഈശ്വരൻ. മാജിക്ക് പോലെ പലതും കാണിക്കുന്നു. ഇതിന്റെ തത്വം എന്താണെന്ന് അങ്ങേക്കറിയാം. ഇതൊന്നും അങ്ങയെ ബാധിക്കത്തില്ല. നമുക്കിത് അറിയില്ല. അറിയാമെങ്കിൽ പോലും ഇത് കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ട് വിഷമിച്ച് കരഞ്ഞ് ഖേദിച്ച് ചിരിച്ച് കളിച്ച് ഇത് മുഴുവൻ കണ്ടെത്തുന്നത്. അതുപോലെയാണ് ഈ പ്രപഞ്ചം. മായാവലോകലപദർശിതഭാവഹാരി ധ്രുവമണ്ഡല പ്രഹിത സൗരത മന്ത്രശൗണ്ടൈ പത്നിഫ്തഷോഡശസഹസ്രമനംഗവാനേർ യഫ്യേന്ദ്രിയം വിമഥിതും കർണയേർന്ന വിഭ്യ സ്മായാവലോകലപദർശിതഭാവഹാരി ധ്രുവമണ്ഡല പ്രഹിത സൗരത മന്ത്രശൗണ്ടൈ പത്നിഫ്തഷോഡശസഹസ്രമനംഗവാനേർ യഫ്യേന്ദ്രിയം വിമഥിതും കർണയേർന്ന വിഭ്യ സ്മായാവലോകലപദർശിതഭാവഹാരി ഭൂമണ്ഡല പ്രഹിത സൗരത മന്ത്രശൗണ്ടേ
പത്നിസ്ത ഷോഡശസഹസ്രമനങ്കപാടേർ യക്ഷേന്ദ്രിയം യമതിതും കർണേരമവിഭ്യാം തവാമത കഥോദവഹാസ്ത്രിലോക്യാഃ പാദാവനേജഫരിത ശമലാനിഹന്തും ആനുശ്രവംശദിഭിരംഘ്രിജം അംഗഭംഗൈസ്തീർത്ഥദ്വയം ശുചിഷദസ്തപസ്പൃശന്തി വിഭ്യഃ തവ അമൃതകഥോ ഉദവഹാഃ ത്രിലോക്യാഃ. വിഭുവായിരിക്കുന്ന അങ്ങ്, എല്ലായിടത്തും വ്യാപരിച്ചിരിക്കുന്നവനായ അങ്ങ്, അങ്ങയുടെ അമൃതകഥ കൊണ്ട് അമൃതകഥകളെ വഹിക്കുന്ന അമൃതകഥോദ ഉദവഹ, അമൃതം പോലെ മധുരമായ കഥകളാകുന്ന ഈ ഉദവഹ, വെള്ളത്തെ വഹിച്ചുകൊണ്ട്. ഉദം വെള്ളമാണ്. തവാമൃത കഥ ഉദവഹ കഥോദവഹ ത്രിലോക്യാഃ. അങ്ങയുടെ മാധുര്യമുള്ള കഥകളാകുന്ന ജലങ്ങൾ വഹിച്ചുകൊണ്ടൊഴുകുന്ന വൃത്തിയാകുന്ന നദികളും പാദാവനേജഫരിത, കാൽ കഴുകിയതിൽ നിന്നുണ്ടായ നദികൾ, കാൽ കഴുകി അതൊരു പുഴയായിട്ട് ഒഴുകിപ്പോവുക. പാദാവനേജ ഫരിത ശമലാനി ഹന്തും, ശമലങ്ങളെ, പാപങ്ങളെ ഇല്ലാതാക്കാൻ. ആനുശ്രവം, വേദമാകുന്ന തീർത്ഥത്തെ, അനുശ്രവമാകുന്ന തീർത്ഥത്തെ, ആനുശ്രവം ശ്രുതിഭിഹി, കാതുകൾ കൊണ്ട്, ചെവി കൊണ്ട്, അംഘ്രിജം അംഗഭംഗൈ, അംഘ്രിജം പാദത്തിൽ നിന്നുണ്ടായ, അംഗഭംഗൈ ആ തീർത്ഥജലം, അങ്ങയുടെ അംഘ്രിജമായ കാൽ കഴുകി ഉണ്ടായ ആ തീർത്ഥം അംഗഭംഗി ശരീരത്തിൽ സ്പർശിക്കുന്നത് കൊണ്ട്, ആ തീർത്ഥം ദേഹത്ത് തളിക്കുന്നതുകൊണ്ട് തീർത്ഥദ്വയം ശുചിഷത ഉപസ്പൃശത്തി, തീർത്ഥദ്വയത്തെ, രണ്ട് തീർത്ഥത്തെയും, ഒന്ന് അങ്ങയുടെ പാദത്തിനുണ്ടായ തീർത്ഥം, രണ്ട് അങ്ങയുടെ ശരീര സമ്പർക്കമുണ്ടായ തീർത്ഥം, തീർത്ഥദ്വയം ഉപസ്പൃശന്തി, സേവിക്കുന്നു, അനുഭവിക്കുന്നു. അതുകൊണ്ട് അത് രണ്ടും ശുചിഷത, ശുദ്ധി ഉണ്ടാക്കുന്നവയാണ്. ശുചിഷത, ശുദ്ധി ഉണ്ടാക്കുന്നവയാണ്. തവാമതകഥോദവഹാസ്ത്രിലോക്യാം പാദാവനേജഭരിത ശമലാനിഹന്തും ആനുശ്രവം ശ്രുതിഭിരംഘ്രിജമംഗഭംഗൈ തീർത്ഥദ്വയം ശുചിഷദസ്ത ഉപസ്പൃശന്തി. വിഭ്യസ്തവാമതകഥോദവഹാസ്ത്രിലോക്യാം പാദാവനേജഭരിത ശമലാനിഹന്തും ആനുശ്രവം ശ്രുതിഭിരംഘ്രിജമംഗഭംഗൈ തീർത്ഥദ്വയം ശുചിഷദസ്ത ഉപസ്പൃശന്തി. മൂന്ന് ലോകത്തിലുള്ള പാപത്തിൽ തീർക്കാൻ ഈ രണ്ടും പര്യാപ്തമാണ്. ഒന്ന് അങ്ങയുടെ കാലിൽ നിന്ന് ഉത്ഭവിച്ച നദി, രണ്ട് അങ്ങയുടെ അമൃതസമാനമായ കഥകൾ വഹിച്ചുകൊണ്ട് ലോകത്ത് സഞ്ചരിക്കുന്ന കീർത്തിയാകുന്ന ഈ രണ്ട് നദികളും മൂന്ന് ലോകത്തിലുള്ള സമസ്ത ജീവജാലങ്ങളുടെയും പാപത്തെ ഇല്ലാതാക്കാൻ സമർത്ഥമാണ്. തീർത്ഥങ്ങളായതുകൊണ്ട് ഭക്തിപൂർവം വേണം അത് സേവിക്കാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ അങ്ങയുടെ വായിൽ നിന്ന്, മുഖത്തിൽ നിന്ന് വീഴുന്ന അമൃതതുല്യമായ
ആ കഥ കേൾക്കാൻ ഇന്ദ്രിയങ്ങൾ സമർത്ഥമാകും. ശരീര സമ്പർക്കം കൊണ്ട് ഗംഗാനദിയെയും സേവിക്കും. രണ്ടും പരിശുദ്ധമായാൽ അങ്ങയുടെ ലീലാമൃതം കഥാമൃതം മനസ്സിനെ ശുദ്ധീകരിക്കാൻ പര്യാപ്തമായി. ഇത് കട്ടിയാണല്ലോ സാറേ. ആ, ഇത് ബ്രഹ്മാവിന്റെ സ്തുതിയല്ലേ, നമ്മുടെ അല്ല. വേദസ്തുതി പോലെ ഇരിക്കുന്നല്ലേ? അതെ അതെ, അതിനേക്കാൾ ഇത്തിരി എളുപ്പമാണ്. പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവുകയല്ല. ആ, ബ്രഹ്മാവിന്റെ തത്വാംശം മാത്രമേ ഇന്ന ഒറ്റ വിഷയമേ ഉള്ളൂ. 2 തരത്തിലുള്ള തീർത്ഥം ഈ ലോകത്തെ ശുദ്ധീകരിക്കുന്നതാണ്. കാരണം പാദത്തെ കുറിച്ചാണ് ഇതുവരെയും വർണ്ണിച്ചുകൊണ്ടത്. പാദപങ്കജത്തിന് മഹത്വമാണ് വർണ്ണിച്ചുകൊണ്ടത്. അങ്ങയുടെ പാദത്തിന് ഒഴുകുന്ന തീർത്ഥം ലോകത്തെ ശുദ്ധീകരിക്കുന്നതാണ്. പിന്നെ അങ്ങയുടെ അംഗഭംഗം കൊണ്ട് അതിന് ഒന്നുകൂടി ശക്തി കൂടും ഈ തീർത്ഥത്തിൽ. ഈ 2 തരത്തിൽ വരുന്ന തീർത്ഥം ലോകത്തിൽ കൂടി ഒഴുകുമ്പോൾ അത് അങ്ങയുടെ കീർത്തിയാകുന്ന നദിയാണ്. ആ കീർത്തിയാകുന്ന നദിയിൽ ഒന്ന് മുങ്ങി കുടിച്ചാൽ നമ്മുടെ പാപമില്ല. അത്രേ ഉള്ളൂ. ഭഗവത് കഥകൾ. ആ, സ്തുതിയാണോ സാറേ ഉദ്ദേശിക്കുന്നത്? അതെ അതെ, പാദത്തെ സ്തുതിക്കുകയാണ്. പാദപങ്കജങ്ങളുടെ സ്തുതിയാണ് നമ്മുടെ. അപ്പൊ ഇതിന്റെ ആശയം ഇത്ര മാത്രമേ ഉള്ളൂ. 2 വരി പറയാനേ ഉള്ളൂ. അത് വിസ്തരിച്ച് പറഞ്ഞു തരും സർ. ഭഗവാൻ എന്ന് പറഞ്ഞ് നമ്മൾ ഈ സ്തുതിക്കുന്നത് ഉത്തമ പുരുഷനെയാണില്ലേ? അതെ, ഉത്തമ പുരുഷനെ തന്നെ, മറ്റൊന്നുമല്ല. ഉത്തമ പുരുഷനെയാണ്. അദ്ദേഹത്തിന് ശേഷമാണ് വിരാട് പുരുഷൻ. അതെ അല്ലേ? അതെ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ അവതാരമാണ് വിരാട് പുരുഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെന്ന് നമ്മൾ പറയുന്ന അതൊക്കെ കുറെ കഴിഞ്ഞിട്ടാണ്. ഓക്കെ 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 ഓക്കെ. ഉത്തമ പുരുഷന്റെ ഈക്ഷണത്തിലൂടെയാണ് വിരാട് പുരുഷന് ശക്തി ലഭിക്കുന്നത്. അതെ, ശക്തി ലഭിക്കുന്നത്. അതിന്ന് മഹത്വം ഉണ്ടായി, അതിന് കാലം ഉണ്ടായി, മഹത്വം ഉണ്ടായി. അതിന്ന് എന്താണ് ഈ മായ ഉണ്ടായി, പിന്നെ ത്രിഗുണങ്ങളുണ്ടായി. ത്രിഗുണങ്ങൾ വന്നപ്പോഴാണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ. അത് ശരി, ത്രിഗുണങ്ങൾക്ക് ശേഷമാണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരൻ. അതെ, കാരണം ബ്രഹ്മാവ് രജോഗുണമാണ്, വിഷ്ണു സത്വഗുണമാണ്, ശിവൻ തമോഗുണം. അപ്പൊ അതിനുശേഷം അവർക്ക് വരാൻ പറ്റും. സാറേ, ഭഗവാൻ ഗുണാതീതനാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവര് സത്വഗുണം ഇതെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഗുണാതീതനായ അങ്ങ് മായയെ സൃഷ്ടിച്ച് 3 ഗുണങ്ങളിൽ ഈ പ്രപഞ്ചത്തിൽ വ്യാപരിച്ച് നിൽക്കുകയാണ് എപ്പോഴും. അതിന് നമ്മൾ 3 പേര് കൊടുത്തിരിക്കുന്നു. അരൂപനായ അങ്ങ് രൂപം സ്വീകരിച്ചതുപോലെ ഉള്ളത്. അങ്ങ് അരൂപനാണ്, രൂപമില്ലല്ലോ. നമ്മൾക്കറിയാൻ വേണ്ടിയിട്ട് രൂപങ്ങളിൽ കൂടി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ നമ്മിലുള്ള ത്രിഗുണങ്ങളിൽ അങ്ങയുടെ 3 തരത്തിലുള്ള ഭാവത്തെ കാണിക്കാൻ പര്യാപ്തമാണ്. അതിനെ 3 പേര് കൊടുത്ത് നമ്മളെ മനസ്സിലാക്കണം. അത്രേ ഉള്ളൂ. പാദാവനേജഭരിതശമലാനിഹന്തും ആനുശ്രവം ശ്രുതിഭിരംഘ്രിജമംഗഭംഗൈ തീർത്ഥദ്വയം ശുചിഷതസ്ത ഉപസ്പൃശന്തി. ഇതുകൊണ്ട് ബ്രഹ്മാവ് സ്തുതി ഉപസംഹരിക്കാം. എല്ലാവരും കൂടി ഭഗവാനെ കാണാൻ ദ്വാരകയിൽ ചെന്നപ്പോൾ ബ്രഹ്മാവ് അങ്ങയുടെ സ്വരൂപത്തെ ഇപ്പോഴും കാണുന്നതല്ല അങ്ങയുടെ സ്വരൂപം എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും. പക്ഷെ അങ്ങയുടെ പാദജലം ഈ ലോകത്തെ ശുദ്ധീകരിക്കുന്നതാണ് എന്ന് സൂചിച്ചത് മാത്രമേ ഉള്ളൂ. ഇനിയാണ് കാര്യം പറയാൻ പോകുന്നത്. കാര്യം പറയണമെങ്കിൽ ആമുഖമായിട്ടൊരു സ്തുതി വേണം, എങ്കിലേ ആ കാര്യം സാധിക്കാൻ പറ്റുള്ളൂ. നമ്മളും അങ്ങനെയാണ്. ആൾക്കാരുടെ മുമ്പിൽ ചെന്ന് അവരുടെ സദ്ഗുണങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് അവരെ ഒന്ന് ഉയർത്തിയിട്ടേ നമ്മളെ ആവശ്യം പറയുന്നത്. മണിയടിക്കുന്നല്ലേ? അത്ര തന്നെ. ഇപ്പൊ ഒരു കാര്യം പറയാൻ ചെന്നാണ്, അതിനു മുമ്പ് അങ്ങയുടെ മഹത്വത്തെ ഒന്ന് പാടി പുകഴ്ത്തിയിട്ട് ഇനി കാര്യം പറയാൻ പോകും. ബാധരായണി വാച ഇത്യഭിഷ്ടൂയ വിബുധേ ശേഷഹരിം
അഭ്യഭാഷത ഗോവിന്ദം പ്രണമ്യ പരമാസൃത ഇതി അഭിഷ്ടൂയ. ഇങ്ങനെ സ്തുതിച്ചിട്ട് വിബുധൈഹി ദേവന്മാരാണ് ഫേശഃ ശതധൃതിഹി ഈശ്വരനോട് കൂടിയ, ഇവിടെ ഈശൻ ശിവനാണ്, ശിവനോടുകൂടി ശതധൃതി ബ്രഹ്മാവ്, ശിവനോട് കൂടിയ ബ്രഹ്മാവ് ഹരിം അഭിഷ്ടൂയ ഹരിയെ സ്തുതിച്ചിട്ട് അഭ്യഭാഷത ഗോവിന്ദം ഗോവിന്ദനോട് സംഭാഷണം ചെയ്തു. പ്രണമ്യ നമസ്കരിച്ചിട്ട് പരമാസുത അന്തരീക്ഷത്തിൽ നിന്ന് ആകാശത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ബ്രഹ്മാവ് ഭഗവാനോട്, അല്ലെങ്കിൽ ശ്രീകൃഷ്ണ രൂപത്തിൽ താഴെ നിൽക്കുന്ന ഭഗവാനോട് ഏതാനും ചില കാര്യങ്ങൾ പറയാൻ ബ്രഹ്മാവുണ്ട്, ശിവനുണ്ട്, ദേവന്മാരുണ്ട്. ബ്രഹ്മാവ് മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് വന്നത്. ബ്രഹ്മാവ് ആദ്യം ഒന്ന് സ്തുതിച്ചിട്ട് ഗോവിന്ദനെ മുകളിൽ നിന്ന് തന്നെ നമസ്കരിച്ചിട്ട് കാര്യം പറയാൻ ആരംഭിച്ചു. ഇത്യഭിഷ്ടൂയ വിബുധൈഷധൃതഹരിം അപ്യഭാഷത ഗോവിന്ദം പ്രണമ്യ പരമാസുതാം. ഇത്യഭിഷ്ടൂയ വിബുധൈഷധൃതഹരിം അഭ്യഭാഷത ഗോവിന്ദം പ്രണമ്യ പരമാസുതാം. ബ്രഹ്മവാചകം. ഇനി ബ്രഹ്മാവ് പറഞ്ഞ വാക്കുകൾ. ഭൂമേർഭാരാവതാരായ പുരാം വിജ്ഞാപിത പ്രഭോ ത്വമസ്മാഭിരശേഷാത്മൻ തത്തഥൈവോപപാദിതം. ഭൂമിയെ ഭാരാവതാരായ, ഭൂമിയുടെ ഭാരം ഇറക്കി വെക്കാനായി, ഇറങ്ങുക, അവതാരായ ഇറക്കി വയ്ക്കാൻ വേണ്ടി പുരാ പണ്ട് വിജ്ഞാപിത ഞങ്ങളാൽ അറിയിക്കപ്പെട്ടവനായ അങ്ങ്, ഹേ പ്രഭോ, ത്വം അങ്ങ് അസ്മാഭിഹി ഞങ്ങളാൽ വിജ്ഞാപിതനാണ്, അറിയിക്കപ്പെട്ടവനായി. അശേഷാത്മൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനായ ഭഗവൻ, തത് തഥൈവ ഉപാധി അതെല്ലാം അങ്ങനെ നിർവഹിക്കപ്പെട്ടു. തഥൈവോപപാദിതം, തത് തഥൈവ ഉപാധി. ഞങ്ങൾ അങ്ങയുടെ അവതാരത്തിന് മുമ്പ് അങ്ങയെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു. ഭൂമിയുടെ ഭാരം കൂടുതലാണ് എന്ന് പറഞ്ഞു. അത് ഞാൻ ഇറക്കിത്തരാം, അസുരന്മാരെ ഞാൻ നിഗ്രഹിച്ചു കൊള്ളാം എന്നൊക്കെ പറഞ്ഞാണ് ഭൂമിയിലേക്ക് അവതരിച്ചത്. അതെല്ലാം അന്ന് പറഞ്ഞ പോലെ ചെയ്തത്. ഭൂമിയർ ഭാരാവതാരായ പുരാ വിജ്ഞാപിത പ്രഭോ ത്വമസ്മാഭിരശേഷാത്മൻ തത്തഥൈവോപപാദിതം. ഭൂമേർ ഭാരാവതാരായ പുരാം വിജ്ഞാപിത പ്രഭോ ത്വമസ്മാഭിരശേഷാത്മൻ തത്തഥൈവോപപാദിതം. ധർമ്മശ്ച സ്ഥാപിത സത്സു സത്യസന്ധേഷു വൈത്വയാം കീർത്തിശ്ച ദിക്ഷു വിക്ഷിപ്ത സർവലോകമലാപഃ. ധർമ്മശ്ച സ്ഥാപിത, അസുരന്മാരെ നിഗ്രഹിച്ചു എന്ന് മാത്രമല്ല, അധർമ്മത്തെ കളഞ്ഞു എന്ന് മാത്രമല്ല, ധർമ്മത്തെ സ്ഥാപിക്കുകയും ചെയ്തു. ധർമ്മശ്ച സ്ഥാപിത. സത്സു എങ്ങനെയറിയാം? സജ്ജനങ്ങളിൽ, സത്യസന്ധേഷു സത്യനിഷ്ഠയോടുകൂടിയ സജ്ജനങ്ങളിൽ, വൈ തീർച്ചയായിട്ടും ത്വയാ അങ്ങയാൽ, കീർത്തിശ്ച ദിക്ഷു വിക്ഷിപ്താഃ കീർത്തി എല്ലാ ദിക്കുകളിലും വ്യാപരിക്കപ്പെട്ടിരിക്കുന്നു. സത്യസന്ധരായി നടക്കുന്ന സജ്ജനങ്ങളിൽ അങ്ങ് ധർമ്മത്തെ ഉറപ്പിച്ചു കൊടുത്തു, അധർമ്മത്തെ നശിപ്പിച്ചു കളഞ്ഞു. ധർമ്മം സജ്ജനങ്ങളിൽ ഉറപ്പിച്ചു. ഇനി അത് കേൾക്കുകയോ കീർത്തിക്കുകയോ വ്യാപരിക്കുകയോ ഒക്കെ ചെയ്യുന്നവരുടെ പാപങ്ങളൊക്കെ നശിപ്പിക്കുന്ന ഒരു കീർത്തി എല്ലാ ദിക്കിലും അങ്ങ് പരത്തുകയും ചെയ്യും. അവതീര്യ ധർമ്മശ്ച സ്ഥാപിത സദ്ഭൂ സത്യസന്ധേഷു വൈത്വയാം കീർത്തിശ്ച ദിക്ഷു വിക്ഷിപ്ത സർവലോകമലാപഃ. ധർമ്മശ്ച സ്ഥാപിത സദ്ഭൂ സത്യസന്ധേഷു വൈത്വയാം കീർത്തിശ്ച ദിക്ഷു വിക്ഷിപ്ത സർവലോകമലാപഃ. അവതീര്യേതോർവംശേം ബിഭ്രദ്രൂപമനുത്തമം
കർമാനുദ്ധാമവർത്താനി ഹിതായ ജഗതോ കഥാഹ അവതീര്യ യദോഹോ വംശേ യദുവംശത്തിൽ അവതരിച്ചിട്ട് വിഭ്രത രൂപം അനുത്തമമായ ഒരു രൂപത്തെ, അതിശ്രേഷ്ഠമായ ശരീരത്തെ സ്വീകരിച്ചുകൊണ്ട് യാദവംശത്തിൽ അങ്ങ് അവതരിച്ചിട്ട് കർമാണി ഉദ്ദാമവർത്താനി ഉത്കടമായ വിക്രമത്തോടു കൂടിയ കർമ്മങ്ങൾ, ഉദ്ദാമവൃത്താനി കർമാണി ഉത്കടമായ ഭയങ്കരമായ വൃത്തികളോടുകൂടിയ കർമ്മങ്ങൾ, ജഗതോഹിതായ ലോകത്തിന് ഹിതത്തിനായി അകൃഥാഹ ചെയ്യപ്പെടും. അപ്പം യദുവംശത്തിൽ അവതരിച്ച് ശരീരമില്ലാത്ത അങ്ങ് ശരീരം സ്വീകരിച്ച് അതികഠിനങ്ങളായ കുറെ കർമ്മങ്ങൾ ചെയ്ത് ജഗത്തിന്റെ ഹിതത്തിന് വേണ്ടി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതല്ല. അവതീരേയതോർവംശേ വിഭ്രദ്രൂപമനുത്തമം കർമാനുദ്ധാമവർത്താനി ഹിതായ ജഗതോ കഥാ അവതീരേതോർവംശേ വിഭ്രദ്രൂപമനുത്തമം കർമാനുദ്ധാമവർത്താനി ഹിതായ ജഗതോ കഥാ യാനി തേ ചരിതാനീശ മനുഷ്യാഫാഥവക്കലോ ശൃണ്വന്തകീർത്തയന്തശ്ച തരിഷ്യന്തമാം യാനി തേ ചരിതാനി ഈശ അങ്ങയുടെ യാതൊരു ചരിതങ്ങൾ, കഥകൾ മനുഷ്യാഹ ഫാഥവ ഭദ്രങ്ങളായ മനുഷ്യർ കലോ കലിയിൽ ശൃണ്വന്തഃ കീർത്തയന്തശ്ച കേട്ടുകൊണ്ട് പാടിക്കൊണ്ട് തരിഷ്യന്തി അതിക്രമിക്കുന്നു അഞ്ജഫാതമ വളരെ വേഗം അജ്ഞാനത്തെ മറികടക്കുക തന്നെ ചെയ്യും. അങ്ങയുടെ സച്ചരിതങ്ങളാണ് ഇപ്പൊ ലോകത്ത് പ്രചരിക്കുന്നുണ്ട്. സജ്ജനങ്ങൾ അത് കീർത്തിക്കുന്നുണ്ട്, അത് കേൾക്കുന്നുണ്ട്. അങ്ങനെ കീർത്തിച്ച് കേട്ട കലോ നാമസങ്കീർത്തനം ശ്രേഷ്ഠം. അങ്ങനെ ശ്രീകൃഷ്ണ കഥാശ്രവണം കൊണ്ട് കലിയിൽ സജ്ജനങ്ങൾ മുക്തിയിലേക്ക് എത്തുന്നുണ്ട്, അല്ലാത്തവർക്ക് അത് സിദ്ധിക്കുന്നില്ല. ഇതാണ് അങ്ങിപ്പോ ഇവിടെ ചെയ്ത കർമ്മങ്ങളുടെ ആകത്തുക. യാനിതേ ചരിതാനീശ മനുഷ്യാഫാഥപക്കലോ ശൃണ്വന്തകീർത്തയന്തശ്ചാതരിഷ്യന്തമാം യാനിതേ ചരിതാനീശ മനുഷ്യാഫാഥപക്കലോ ശൃണ്വന്തകീർത്തയന്തശ്ചാതരിഷ്യന്തമാം യദുവംശേവതീർണസ്യ ഭവത പുരുഷോത്തമാം ശരത് ശതം യതീയായ പഞ്ചവിംശാധികം പ്രഭോ യദുവംശേ അവതീർണസ്യ ഭവത യദുവംശത്തിൽ അവതരിച്ച അങ്ങയ്ക്ക് ഹേ പുരുഷോത്തമാ ഉണ്ടല്ലേ, തെറ്റരുത്, അതിന് വീണ്ടും പറയാണ് പുരുഷോത്തമൻ തന്നെയാണ്. അങ്ങയ്ക്ക് ശരത് ശതം 100 ശരത്കാലം എന്നുവെച്ചാൽ 100 വർഷം, ഒരു വർഷത്തിൽ ഒരു ശരത്കാലേ ഉള്ളൂ. ശരത് ശതം വ്യതിയായ കഴിവ് 100 പഞ്ചവിംശാധികം 25. ഇപ്പോൾ അങ്ങേക്ക് ഇപ്പൊ 125 വയസ്സായിരിക്കും. അത് കഴിഞ്ഞു പോയി. ഒരു പുരുഷായുസ് ഞാൻ കൽപ്പിച്ചത് ഭൂമിയിൽ 120 വയസ്സ്, 5 കൂടുതലായി. സൃഷ്ടികർത്താവായ ഞാനാണ് ഓരോരുത്തരും ഈ പ്രപഞ്ചത്തിൽ അവതരിക്കുമ്പോൾ സൃഷ്ടിക്കുമ്പോൾ. ഞാൻ സൃഷ്ടിച്ചതല്ല എങ്കിൽ പോലും അങ്ങ് മനുഷ്യ സ്വരൂപത്തിൽ ഇവിടെ ജനിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ദീർഘായുസ് 120 ആയിക്കോളൂ, വരാൻ പാടില്ല. അങ്ങിപ്പം ശരത്ശതം പഞ്ചവിംശാധികം വ്യതിയായ 125 കൊല്ലം ഇവിടെ കഴിഞ്ഞു. ശ്രീകൃഷ്ണ വയസ്സ് തെറ്റപ്പെടുന്ന ബ്രഹ്മമാണ്. അതുകൊണ്ട് ഇനിയും ഇതിക്കുള്ളിൽ ഇവിടെ ഒരാളെ ജീവിക്കാൻ എനിക്ക് അനുവദിക്കാൻ പറ്റില്ലല്ലോ. മനുഷ്യനായതുകൊണ്ടാണ്. യദുവംശേവതീർണസ്യാഭവത പുരുഷോത്തമ ശരച്ഛതം യതീയായ പഞ്ചവിംശാധികം പ്രഭോ യദുവംശേവതീർണസ്യ ഭവത പുരുഷോത്തമ ശരച്ഛതം യതീയായ പഞ്ചവിംശാധികം പ്രഭോ.
നാഥുനാദേ കിലാധാരാം ദേവകാര്യാവശേഷിതം കുലം വിപ്രശാപേന നഷ്ടപ്രായമഭൂതിതം. അധുന ഇപ്പോൾ തേ അഖിലാധാര എല്ലാറ്റിനും ആധാരമായുള്ള അങ്ങിപ്പോൾ അങ്ങയുടെ തേ ദേവകാര്യ അവശേഷിതം ദേവകാര്യങ്ങൾ ചെയ്ത് ഇനിയും അല്പം പോലും ബാക്കിയില്ല. ന അവശേഷിതം ദേവകാര്യത്തിൽ ഒന്നും ബാക്കി ശേഷിച്ചു. ദേവന്മാർക്ക് കൊടുത്ത പ്രതിജ്ഞ മുഴുവൻ ഇവിടെ പൂർണ്ണമാക്കി. കുലം ച അങ്ങയുടെ കുലത്തെയും വിപ്രശാപേന നഷ്ടപ്രായം അഭൂത് ഇത്. അങ്ങയുടെ കുലത്തെ മുഴുവനും ഒരു ബ്രാഹ്മണ ശാപം എന്ന കാരണം കൊണ്ട് നഷ്ടപ്രായം വെച്ചാൽ അധികവും നഷ്ടമായി. നശിക്കാത്തവർ കുറച്ചുപേരുണ്ട്, അതിലൊന്നാണ് അങ്ങ്. നഷ്ടപ്രായം അഭൂത് ഇത്. ഇതുകൂരം ബ്രാഹ്മണ ശാപത്താൽ ഏതാണ്ട് നശിച്ചതുപോലെ ആയി, മുഴുവനുമായില്ല എങ്കിൽ പോലും. നാഥുനാദേഖിലാധാരാം ദേവകാര്യാവശേഷിതം കുലഞ്ച വിപ്രശാപേന നഷ്ടപ്രായം അഭൂതിതം. നാഥുനാദേഖിലാധാരാം ദേവകാര്യാവശേഷിതം കുലഞ്ച വിപ്രശാപേന നഷ്ടപ്രായം അഭൂതിതം. തതഃസുധാമ പരമം വിഷഫ്വ ഇതി മന്യസേ ഫലോകൻ ലോകപാലന്ന പാഹി വൈകുണ്ഠകിങ്കര. തതഃ അതുകൊണ്ട് പരമം സുധാമം പരമമായ അങ്ങയുടെ ധാമത്തിലേക്ക് വൈകുണ്ഠത്തിലേക്ക് വിഷഫ്വ പ്രവേശിക്കൂ. ഏതി മന്യസേ അങ്ങനെ വിചാരിക്കുന്നെങ്കിൽ തിരിച്ചു പോകണം എന്നാണ് വിചാരിക്കുന്നത്. കാരണം അവതാരം ഇറങ്ങി വരലാണ്, അപ്പ തിരിച്ചു പോവുകയും ചെയ്യണം. അതുകൊണ്ട് അവതാരങ്ങൾ ഏറ്റവും കൂടുതൽ വയസ്സ് വരെ ജീവിച്ചിരുന്ന അങ്ങാണ്. ബാക്കി ആർക്കും ഇത്രയും കിട്ടും. അതുകൊണ്ട് അങ്ങ് വിചാരിക്കുന്നെങ്കിൽ സ്വധാമത്തിലേക്ക് തിരിച്ചു പോകാനുള്ള സമയം ആയിരിക്കും. ഫലോകാൻ ലോകങ്ങളെയും ലോകപാലാൻ ലോകപാലന്മാരെയും നഹ ഞങ്ങളെ പാഹി രക്ഷിക്കൂ വൈകുണ്ഠം. കിങ്കരാൻ നപ്പാൻ കിങ്കരന്മാരായ ഞങ്ങളെ അങ്ങ് രക്ഷിക്കത്തിലേക്ക്. ലോകപാലന്മാരായ ഞങ്ങൾ എല്ലാ ലോകത്തെയും ഇനി രക്ഷിക്കണം. വൈകുണ്ഠത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ ലോകത്തിൽ വന്ന് ഞങ്ങൾ ചെയ്യുന്ന പൂജ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങൾ അങ്ങയുടെ കിങ്കരന്മാരാണ്. അതുകൊണ്ട് തിരിച്ചെഴുന്നള്ളാനുള്ള സമയം അത്യാസന്നമായി എന്നറിയിക്കാനാണ് ബ്രഹ്മാവ് വന്നത്. ഈ ഒറ്റ വാക്കിൽ പറഞ്ഞു തീർത്ത് പോകാനേ ഉള്ളൂ. പക്ഷെ എത്ര ദിവസമായി സ്തുതിയില്ല. ഇത്രയൊക്കെ സ്തുതിച്ച് ഇനി ഒരു അവസരം ബ്രഹ്മാവിന് കിട്ടില്ല, ആർക്കും കിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? വിശദമായി ബ്രഹ്മാവെന്ന് സ്തുതിച്ച കാര്യം ഉപദേശിച്ചു. തതഃസുധാമ പരമം വിഷഫ്വ ഇതി മന്യസേ ഫലോകൻ ലോകപാലന്ന പാഹി വൈകുണ്ഠകിങ്കരാൻ. തതഃസുധാമ പരമം വിഷഫ്വ ഇതി മന്യസേ ഫലോകൻ ലോകപാലന്ന പാഹി വൈകുണ്ഠകിങ്കരാൻ. ഇനി ശ്രീശുകൻ ഇടക്കയറി ഒരു ശ്ലോകം പറഞ്ഞിട്ട് അടുത്ത ശ്ലോകം മുതൽ ഭഗവാന്റെ മറുപടിയാണ്. ബ്രഹ്മാവ് സമയം അതിക്രമിച്ചുകൊണ്ട് ദിവസത്തേക്ക് മാറ്റി വയ്ക്കാം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ പോകും. സരസൃഷ്ടിയുടെ കാര്യം ഒന്നുകൂടൊന്ന് പറഞ്ഞു തരാവോ? പിന്നെന്താ? ഉത്തമ പുരുഷനിൽ നിന്ന് വിരാട് പുരുഷൻ, പിന്നെ ബ്രഹ്മാണ്ടം അല്ലേ? അതെ. അതിൽ നിന്നാണ് പിന്നെ ഉള്ളത് മഹത്ത് അല്ല കാലം. മഹത്ത്, അതിൽ നിന്ന് മായ, അതിൽ നിന്ന് ത്രിഗുണങ്ങൾ, ആ ത്രിഗുണങ്ങളിൽ നിന്ന് പിന്നെ ഈ ജഗത്ത് മുഴുവൻ ഗുണങ്ങളിൽ നിന്ന് മഹേശ്വരന്മാര്.
പിന്നെ ദേവന്മാര്, ഋഷിമാര്, അസുരന്മാര്, മനുഷ്യര്, ജീവജാലങ്ങൾ, ബാക്കിയെല്ലാം. ശരി, മനസ്സിലായി. ഇപ്പാണ് ചുരുക്കി പറയുന്നത്. വിസ്തരിച്ച് പലതും പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്, പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. നാരായണീയത്തിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. അങ്ങോട്ട് തലേ കയറുന്നില്ല. വിരാട് പുരുഷൻ പറയുന്നത് തന്നെയാണോ ഉത്തമ പുരുഷൻ? രണ്ടും സംശയങ്ങൾ ഉണ്ടാവുക. അതെ അതെ അതെ, ഉത്തമ പുരുഷനിൽ നിന്നാണ് വിരാട് പുരുഷൻ ഉണ്ടാകുന്നത്. അതെ, എനിക്കൊരു വലിയ സംശയമായിരുന്നു. അതുകൊണ്ട് സന്തോഷം. സാറെ, ബ്രഹ്മാവിനെ ശതധൃതി എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ശതം എന്നുള്ളതിന് 100 മാത്രമല്ല, അനന്തത, ആയിരക്കണക്കിന് അർത്ഥം. ആയിരക്കണക്കിന് ജീവജാലങ്ങളെ സൃഷ്ടിക്കാനുള്ള ബുദ്ധി ഉള്ളവരാണ്. അതുകൊണ്ട് ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നത് ഒരേ ജാതികളെയല്ല. സൃഷ്ടിക്രമത്തിൽ പഠിച്ചായിരുന്നല്ലോ കുറെ. എത്രയോ തരങ്ങളാണ്. ഇതിനുള്ളൊരു ബുദ്ധി ആർക്കുണ്ട്? ബ്രഹ്മാവിനുണ്ട്. കൊണ്ടാണ് സംശയങ്ങൾ ദിവസം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.